Find it, bro. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കത്തിനിക്കുന്ന ഒരു സംഭവമാണ് അനുമോളുടെ കല്യാണം. ഇന്ന് ഇപ്പോൾ നോക്കിയപ്പോൾ ഓൺലൈൻ മീഡിയാസ് എല്ലാ സകലമാന മീഡിയാസിലും ഈ പറയുന്ന അനുമോളുടെ കല്യാണമാണ് തിളങ്ങി നിൽക്കുന്നത്. എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. ആദ്യം തന്നെ മംഗളാശംസകൾ അറിയിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങണമെന്ന് തോന്നി. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ബിഗ് ബോസ് സീസൺ 7 അതാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന്, അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു സഹോദരിയെ പോലെയൊക്കെ ഫീൽ ചെയ്യത്തില്ല. ആ ഒരു സാധനം ചിലർക്ക് ബിഗ് ബോസ് സീസൺ 7 കണ്ടവർക്ക് അനുമോളെ മകളെ പോലെ കണ്ടവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊന്ന് മെസ്സേജുകളുടെ എണ്ണമായിരുന്നു. എനിക്ക് എത്രത്തോളം ആൾക്കാർക്ക് അനുമോൾ ഇഷ്ടമുണ്ടെന്നും അനുമോൾ എന്ത് ആയിട്ട് ആരായിട്ടും ഒക്കെയാണ് കാണുന്നതെന്നും അപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബിഗ് ബോസ് സീസൺ 7 തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനുമോളെ എനിക്കിഷ്ടപ്പെടാനുള്ള കാരണം. അതിനു മുന്നേ ഞാൻ വിമർശിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, സീരിയസ്ലി. അന്ന് അനുമോൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് വളരെ സങ്കടത്തോടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് സീസൺ 7 പോയപ്പോഴാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞ അവളുടെ റിയൽ ക്യാരക്ടർ, ജെന്യുവനായിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റി, ഇതെല്ലാം ഓക്കെ. എന്നാൽ ഇന്ന് അനുമോള് കല്യാണം കഴിച്ചിരിക്കുകയാണ്. വീഡിയോസ് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സന്തോഷമുണ്ട്. നല്ലൊരു കാര്യം, ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ടിനി പോട്ടെ. ഈ മറ്റേ ഒരുത്ത ഉണ്ടായിരുന്നല്ലോ, ഒരു കിഴങ്ങ് അനീഷ്, യവനെ പോലെയുള്ള യവനെങ്കിലും കെട്ടി ജീവിതം നശിക്കാണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ടിനി അങ്ങോട്ടുണ്ടാവട്ടെ. അന്ന് അവൻ പ്രപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് എല്ലാം ചെയ്തിരുന്നെങ്കിൽ അവസ്ഥ എനിക്ക് അറിഞ്ഞു പോലും കൂടാ. അയ്യോ, പാതാളത്തിൽ പോയ അവസ്ഥയായാണ്. എന്തായാലും അനുമോളുടെ കല്യാണ വീഡിയോ ആദ്യം ഒന്ന് കാണാം. അങ്ങനെ ശുഭമുഹൂർത്തം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അനുമോളുടെ കല്യാണം. അപ്പോൾ എന്തായാലും ഓൺലൈൻ മീഡിയാസ് അവിടെ എത്തിയിരിക്കും, അതിൽ വേറെ മാറ്റമൊന്നുമില്ല.
അല്ല ഓൺലൈൻ മീഡിയക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റിലെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. ഓൺലൈൻ മീഡിയക്ക് വൈറ്റ് കൊടുത്തതല്ല, അമ്മമാരെല്ലാരും കൂടി ഉണ്ട് അവിടെ. അപ്പൊ നൈസായിട്ട് അങ്ങും ഇങ്ങൊക്കെ നോക്കിയൊക്കെ പോകുന്നുണ്ട്. കാരണം വായിന്നെല്ലാം വിഴുന്നു കഴിഞ്ഞാൽ പിന്നെ ആഘോഷിക്കാൻ കുറെ പേര് കാണുമല്ലോ. പ്രത്യേകിച്ച് ചില ആർമീസ് ഉണ്ട് കുരു പൊട്ടുന്നവന്മാർ. ഇതൊക്കെ കാണുമ്പോൾ കുരു പൊട്ടുന്നവന്മാരും അവിടെ ഇരുന്ന് പൊട്ടുന്നുണ്ടായിരിക്കും, അവരുടെ ആൾക്കാരും പൊട്ടുന്നതായിരിക്കും. അവിടെ ഇരുന്ന് പൊട്ടട്ടെ, അത് തന്നെ നല്ലത്. പൊട്ടിത്തെറിക്കട്ടെ. എന്തായാലും അനുമോളുടെ ലൈഫിൽ നല്ലൊരു മൊമെന്റാണ്. ഓക്കെ, നല്ലൊരു മുഹൂർത്തം, അടിപൊളിയായിട്ട് കളറാവട്ടെ. ലൈഫും ഇനി അടിപൊളി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഈ കല്യാണത്തിനൊക്കെ മുന്നേ ഒരു ബൈറ്റ് ഓൺലൈൻ മീഡിയക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് കേൾക്കാം. അനുമോളുടെ കല്യാണമായി. ഓഗസ്റ്റ് 18-നാണ് എന്റെ മാരേജ്. വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. സത്യമാണോന്നൊന്ന് കൺഫേം ചെയ്യാനാ കല്യാണം? കുറെ വർഷങ്ങളായിട്ട്, കുറെ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കല്യാണം. അനുമോളുടെ കല്യാണം അനുമോളുടെ കല്യാണം. അപ്പോ അതെ, അത് അനുമോളുടെ കല്യാണമായി. ഓഗസ്റ്റ് 18-നാണ് എന്റെ മാരേജ്, അതായത് നാളെ. അതെ, അപ്പോൾ ഞാനിത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ആദ്യമേ കൊട്ടിക്കോശി നടന്ന നമ്മുടെ ലൈഫിൽ എൻ്റെ ഒരു ബിഗ് ഡേ ആണ് എൻ്റെ കല്യാണം എന്ന് പറയുന്നത്. അപ്പം അത് ആദ്യം എനിക്ക് അങ്ങനെ കൊട്ടിക്കോശി നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പം എന്താ പറയുന്നതെന്നറിയില്ല. സന്തോഷമാണ്, വീട്ടുകാരും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ സന്തോഷമാണ്. ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം, നാളെ രാവിലെ. ഓക്കെ, ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ വെച്ച് തന്നെയാണ് സംഭവമൊക്കെ നടന്ന് അടിപൊളിയായി, കളറായി. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഒരാളുടെ ലൈഫിൽ നടക്കുന്ന നല്ല നല്ല മൊമെന്റ്സ് നമ്മൾ സത്യം പറഞ്ഞാൽ ആരുടെ പറയാതിരിക്കുന്നതാണ് ബെറ്റർ. നടന്നതിന് ശേഷം അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് നടക്കുമ്പോൾ അറിയട്ടെ. ആ ഒരു മൂഡിൽ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മളെ ലൈഫിൽ ഇപ്പോൾ എന്ത് നേടിയാലും എന്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും, അതിപ്പോൾ കല്യാണം ആയിക്കോട്ടെ, നമ്മളൊരു എന്തെങ്കിലും ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങുന്നതോ ഇപ്പോൾ എന്ത് സംഭവമായാലും നമ്മൾ നേരത്തെ അത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. കാരണം നമ്മളത് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല, അത് ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അതുകൊണ്ട് നടക്കുമ്പോൾ അറിയട്ടെ, അറിയേണ്ടവരൊക്കെ. അത് തന്നെ ഞാനും പറയത്തുള്ളൂ. ഓക്കെ, ഇനി അനുമോൾ അന്ന് കുറച്ച് കാര്യങ്ങൾ ലക്ഷ്മി നക്ഷത്രയുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. സത്യം പറഞ്ഞാൽ അവളുടെ ജെന്യൂനിറ്റി ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ അറിയാം. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉറപ്പായിട്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ 1 ഇയർ കഴിഞ്ഞ് ആ ഒരു സമയമായപ്പോഴാണ് കൊടുത്തത്, അടുത്ത ബിഗ് ബോസിന് സമയമായപ്പോഴാണ് കൊടുത്തത്. എന്തായാലും ആ ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെയാണ് ഞാൻ നോക്കുന്നത്. എന്റെ ജാതകത്തിൽ നിന്നുള്ളത് എനിക്ക് എഴുതി വെച്ചിട്ടുള്ളത്. ജോൾസിന് ഇപ്പൊ സിഗ്നൽ വരും. ജോൾസിന് ഇപ്പൊ ഏകദേശം സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അത്ര ഇപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ തന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ അങ്ങനത്തെ ഒരാളെയല്ലേ നമ്മൾ നോക്കുള്ളൂ? അങ്ങനെയൊന്നുമില്ല, ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എന്റെ അച്ഛനമ്മയും പറയുന്ന പോലെ അല്ലല്ലോ ഞാൻ കേട്ടത്. കേൾക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കും, അല്ലാതെ നീ അഭിനയിക്കേണ്ട നിർത്തിക്കോ എന്ന് പറയാൻ അങ്ങനെ പറയില്ല. പറഞ്ഞാലേ നിർത്തത്തില്ല. കാരണം ഇത് ഈ ഒരു ഭാഗ്യമൊക്കെ കിട്ടുന്നത് അത് റെയർ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ ദൈവമായിട്ട് നമുക്ക് തന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ആയർനാട് എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഈ ഒരു സ്ഥലത്ത് കളിച്ച് ചിരിച്ച് നടന്ന പെട്ടെന്ന് എനിക്ക് ദൈവമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് തരുന്നു. കഴിവെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തു, അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. പിന്നെ അത് നല്ലൊരു സമയം ആയതുകൊണ്ട്, എൻ്റെ നല്ലൊരു സമയം, എൻ്റെ ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കഴിവ് മാത്രമല്ല ഭാഗ്യം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ആ ഒരു കഴിവും ഭാഗ്യവും ഒന്നും ഞാൻ കളയാൻ സമ്മതിക്കത്തില്ല. അതെ, ഇവിടെ ചിലര് അയ്യോ ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ കോൺഫിഡൻസ് ആണ്, എന്റെ അഹങ്കാരമാണെന്നൊക്കെ പറയുമ്പോൾ അവളുടെ ഭാഗ്യം കൊണ്ട്. അതാണ് അവളുടെ ഒരു ക്വാളിറ്റി. സിംപ്ലിസിറ്റി ഈസ് ദ മെയിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് ഉയരങ്ങളിലെത്തി ടൈറ്റിൽ വിന്നറായി. ബിഗ് ബോസ് സീസൺ 7 ടൈറ്റിൽ വിന്നറാണ്. അല്ലാതെ ചെലവന്മാരെ പോലെ അസൂയും കുശും ഭാഗത്ത് നിറച്ച് വച്ചും കൊണ്ടും ഇരുന്ന് പൊട്ടിത്തെറിക്കുന്ന ടീംസ് അല്ല. കാണുമ്പം തന്നെ കലി വരും. പണ 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 പണ. എന്തായാലും അധികം വൈകാതെ ജോത്സ്യം പറഞ്ഞ പോലെ നമുക്ക് കല്യാണം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തിനുള്ളിൽ കല്യാണം. പെട്ടെന്ന് പ്രായമൊക്കെ വരില്ലേ, കല്യാണം കഴിക്കണ്ടേ? ഇതാരും പറയണേ. അനുവിനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന, എന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റന്റ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഏറ്റവും ഫേവറേറ്റ് കോംബോ അനുവിന്റെ ആരാ? ഓപ്ഷൻ എ അനു തങ്കു, ഓപ്ഷൻ ബി അനു അനീഷ്. അനു തങ്കു. ശരിക്കും?
അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും എല്ലാ ഓഡിയൻസിന്റെ മനസ്സിൽ അനു തങ്കു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. അതാണ് എനിക്ക് അത്ഭുതം. ഇപ്പൊ സ്റ്റാർ മാജിക് കണ്ടിട്ട് ഇത്രയും വർഷമായില്ലേ, ഇപ്പോഴും ഓരോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ചോദിക്കും തങ്കച്ചനെ കാണാറില്ലേ, തങ്കച്ചനെ എന്തിനാ കെട്ടാതെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പോകുന്നതൊക്കെ. പക്ഷെ തങ്കച്ചേട്ടന് നമ്മൾ വിളിക്കാറില്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കോമ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഇവിടെ സ്റ്റാർ മാജിക് തുടങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ. എനിക്ക് തങ്കു ഇതെന്താ അനീഷ അനു ഇട്ടത്, എനിക്ക് അതുപോലൊരു ദുരന്തം പിടിച്ച കോംബോ ഇല്ല. അത് കോംബോ ആയാന് അതിനേക്കാളും പട്ട ഗേൾസ് എന്ന് പറഞ്ഞ ഒരു കോംബോ മതി അനീഷിനേക്കാളും. ഓക്കെ, എനിക്ക് പട്ട ഗേൾസ് കോംബോ താല്പര്യമില്ല എങ്കിലും ഞാൻ പറഞ്ഞു തമ്മിൽ ഭേദം തൊമ്മനായിട്ട് പട്ട ഗേൾസ് മതി. അനീഷ് എല്ലാം ഒരു കോംബോയാ. തങ്കച്ചേട്ടനുമായിട്ടുള്ള ഒരു കോംബോ കൊള്ളാം. ഓക്കെ, സ്റ്റാർ മാജിക്കിലുള്ള കോംബോ. പക്ഷേ അനീഷുമായിട്ടൊരു കോംബോയോ? അവനെല്ലാം ഒരു കോംബോ. അവന് ഷാനവാസം ഒരു കോംബോ പിടിച്ചിരുന്നാൽ മതി. ഇങ്ങോട്ട് കോംബോ ഉണ്ടാക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കോംബോ ഉണ്ടാക്കാൻ പറ്റിയ സാധനം കിട്ടിയ ആൾക്കാരെ ആ ഫാമിലിയില് 100 ദിവസം ഒരുമിച്ച് താമസിച്ച ആ കോംബോ അല്ല അനു തങ്കു എന്ന് പറഞ്ഞ ഒരു കോംബോ എന്ന് പറഞ്ഞ. ഇത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിച്ച, നമുക്ക് എന്താ പറയണേ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് അനു തങ്കു. അനു ഫുൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുൾ ബിഗ് ബോസ് കണ്ടിരുന്നോ? ഞാൻ കാണുന്നില്ല. കുറച്ച് എപ്പിസോഡ് ഞാൻ TV-യിൽ മറ്റേ ഇത് 1 hour കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇവർ എന്നെ പറ്റി ഒന്നും ഇടുന്നില്ല എന്നുള്ളത്. എനിക്ക് ബോറടിച്ചു, പിന്നെ ഞാൻ കണ്ടില്ല. ഇല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ വെറുക്കൂന്ന് എനിക്ക് മനസ്സിലായി. ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഞാനൊരു 10 എപ്പിസോഡ് ഇരുന്ന് കണ്ടപ്പോ എനിക്ക് ഒരു ഒറ്റ കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ വെറുക്കുന്നതെന്ന്. എന്താ? കാരണം അതിൽ എന്റെ നെഗറ്റീവ് മാത്രമേ ഇടുന്നുള്ളൂ. അതിന് തൊട്ട് മുമ്പുള്ളതോ അതിന് ശേഷമുള്ളതൊന്നും ഇടുന്നില്ല. അവിടെ നടക്കുന്ന 24 hours എല്ലാം ഇടാൻ പറ്റത്തില്ലല്ലോ ഒന്നത്തെ കാര്യം. അപ്പൊ കട്ട് ചെയ്ത് കുറച്ച് അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രമേ ഇടുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സീക്വൻസ് അത് കാണിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അവിടെ അത് ഇഷ്ടംപോലെ എല്ലാ എപ്പിസോഡിലും ഉണ്ട് ചേച്ചി. എന്നാലും ഒരെണ്ണം പറ. എന്നാലും ഉണ്ട്, എല്ലാ എപ്പിസോഡിലും ഉണ്ട്. അത്രയും എല്ലാ എപ്പിസോഡിലും വാരി വെതറിയുന്ന കുട്ടിയെ നിങ്ങൾ ഇഷ്ടംപടിയുണ്ട്. ഒരു PR-നെ ഏൽപ്പിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ആ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാർഡം അനുവിനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ അനു സമ്മതിക്കും. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെന്നൊന്നും പറയണ്ട. ഈ PR കേസ് അതൊക്കെ പോകാൻ പറയാം. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത്, ആ ജനങ്ങളിലുള്ള ഓരോരുത്തരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത്. അത് ഈ PR എന്ന് കിടന്ന് വിളിച്ച് ഈ വിനു ഉണ്ടല്ലോ, അവൻ തന്നെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത്, അവൻ കാരണമാണ് ഇവള് ഇതായത് അങ്ങനെ പറഞ്ഞ് അവനെ മാർക്കറ്റ് ചെയ്യായിരുന്നു. അതാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. കാരണം അടുത്ത പ്രാവശ്യം PR വർക്ക് അവനെ കിട്ടണം, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ടൈറ്റിൽ വിന്നർ അനുമോൾ ആകും എന്നുള്ള സാധനം. ഇവിടെ ഒരിക്കലും ഒരാൾ PR-ന്റെ ബലത്തിൽ ജയിക്കത്തില്ല. കുറെ റീൽസ് കട്ട് ചെയ്തിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാം എന്നല്ലാണ്ട് PR-ന്റെ ബലത്തിൽ ജയിക്കത്തില്ല. അവിടെ ജനങ്ങൾ തന്നെ വേണം, ജനങ്ങളുടെ വോട്ട് വേണം. ഓക്കെ, സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരുടെ വോട്ട് വേണം. അത് അനുമോൾക്ക് കിട്ടി. ജനഹൃദയങ്ങളിൽ അവൾ ഇടം നേടിയത് കൊണ്ടാണ് അവൾ ജയിച്ചതും ടൈറ്റിൽ വിന്നർ ആയത്. അല്ലാതെ PR-ന്റെ ബലത്തിൽ കുറെ ബൂസ്റ്റപ്പ് കൊടുക്കാൻ ചുമ്മാ അതുകൊണ്ടൊരു ഗുണവുമില്ല. വോട്ടിടണമെങ്കിൽ ജനങ്ങൾ തന്നെ വിചാരിക്കണം. ഓക്കെ, അല്ലാണ്ട് PR വാരി കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ജയിക്കൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വേണമെങ്കിൽ നോക്കി നോക്ക്. എടാ, ഞാനത് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 7 തന്നെയാണ് ഞാനത് മനസ്സിലാക്കി. എത്ര ആൾക്കാർ ഇനിയും റിപ്ലൈ കൊടുക്കാനുള്ള മെസ്സേജുകൾ അടപ്പുണ്ട് അനുമോക്ക് വേണ്ടിയിട്ട്, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഏതോ 1-2 വീഡിയോയിൽ ആദ്യം പറഞ്ഞ് പിന്നെ പറയാമെന്നായിരുന്നു. അതായത് പുറത്തുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് വോട്ട് ചെയ്യുന്നതായിരുന്നു. ആ ഒരു സ്ഥാനത്തിലോട്ടാണ് അത് അത്രയും ജനങ്ങൾ, അതും വീട്ടമ്മമാര്, സ്ത്രീകൾ, ഒരുപാട് പേര്. പിന്നെ സ്ത്രീകൾ മാത്രമൊന്നുമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഒരുപാട് ആണുങ്ങൾ, ഓക്കെ, ഒരുപാട് പേര്. അതായത് ജെനുവിനായിട്ടുള്ള ആൾക്കാർ, ആ മറ്റേ മുന്നേ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന മണ്ടന്മാരല്ല, ജെനുവിനായിട്ടുള്ള ആൾക്കാർ. മറ്റേ എല്ലാവരും മണ്ടന്മാരെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഫ്ലോയിൽ പറഞ്ഞു പോയാൽ ഇനി അതിൻ്റെ പേരിൽ എന്നെ പറയില്ല. ഞാൻ ആൾക്കാർ മൊത്തം മണ്ടന്മാരെന്ന് വിളിച്ചത്. ഓക്കെ, ഫ്ലോയിൽ പറഞ്ഞതാ. എനിക്ക് ബിഗ് ബോസ് വിന്നർ എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ പറയാൻ. കാരണം എനിക്ക് ബിഗ് ബോസ് വിന്നർ ഞാൻ അഥവാ ആകില്ല എന്ന് വിചാരിച്ചോ. ഞാൻ എന്നാലും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പറഞ്ഞ കാര്യമാണ്. അല്ല, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, അവര് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഞാൻ വിന്നർ ആയില്ലായിരുന്നെങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ വിന്നർ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതും സർവേ ചെയ്ത് വന്നത് ഞാൻ ഒറ്റ ഒരാളാണ്. മാത്രമേ അവിടെ PR കൊടുത്തിട്ടുള്ളൂ.
എല്ലാരും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വന്ന എല്ലാരും യൂഷ്വലി ഇങ്ങനെ ബിഗ് ബോസിൽ പോകുമ്പോ PR കൊടുക്കുക അതൊക്കെ ഒരു നോർമൽ രീതിയാണോ? ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ, കാരണം പുതിയ സീസണും കൂടെ എത്തുകയാണ്. ആ ബിഗ് ബോസ് സീസണിലുള്ള എല്ലാവരും എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ വിളിച്ചപ്പോ എന്നോട് അനു PR ആര് ചെയ്യുന്നത്? ഞാൻ PR എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല. അപ്പൊ അനു PR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനു ഇപ്പോ ഇത് 24 മണിക്കൂറും പൊക്കോണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അപ്പം അനുവിന് കുറച്ച് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അനുവിന് ഫാൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അവരിരുന്ന് എപ്പിസോഡൊക്കെ കണ്ട് എഡിറ്റിങ് കട്ടിങ്ങും ഒക്കെ പൊക്കോളും. അനുവിന് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഈ PR എന്ന് പറയുന്ന സത്യം പറഞ്ഞ ബിഗ് ബോസ് സീസൺ 7 കൂടിയാണ് സാധാരണക്കാരായ ജനങ്ങളടക്കം അറിഞ്ഞത്. എന്താ PR എന്ന് പറഞ്ഞും കൊണ്ട് ഇങ്ങനെ എവിടെയോ കേട്ടതുപോലെ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ആ സീസൺ 7 കൂടി PR എന്താണെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ ഇടയിൽ PR വർക്ക് ചെയ്തവൻ തന്നെ സ്വയമേ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ ഇപ്രാവശ്യത്തെ സീസണിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ ഇല്ലട്ടെ ആവട്ടെ. എന്തായാലും അവൻ ഉണ്ടാവണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അവനുണ്ടെങ്കിൽ അവൻ പുറത്ത് PR സെറ്റ് ചെയ്തിട്ട് അവൻ വന്ന് കപ്പടിച്ച് കാണിക്കണം. എങ്കിൽ PRന്റെ ബലം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അല്ലാതെ PR എന്നിരുന്ന് കുരയ്ക്കുന്നവർ ഈ PRന്റെ ബലത്തിൽ ഒരു കണ്ടസ്റ്റന്റും ഒരിക്കലും ഒരു ഗെയിമിലും ഒന്നിലും ജയിക്കത്തില്ല. അവിടെ ജനങ്ങളുടെ സപ്പോർട്ട്, വോട്ട് ജനങ്ങൾക്ക് ഇടാനുള്ളൊരു റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു മനുഷ്യനും ജയിക്കത്തില്ല. ഓക്കെ, അപ്പോൾ വേറെ കുറേ പേര് പറഞ്ഞു അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റത്തില്ല, കുട്ടികളൊക്കെ ഇരുന്ന് ഇപ്പോൾ കൂടുതലും പിള്ളേരാണല്ലോ ഫാൻസ്, അപ്പോൾ അങ്ങനെ കാണില്ല. 24 മണിക്കൂർ ഫുൾ ടൈം 24 മണിക്കൂറും ടോയ്ലറ്റ് പോലും പോകാണ്ട് ഇരുന്ന് കാണുന്നവർ അങ്ങനെ ഇരിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതിനെ പറ്റി എന്താ സംഭവം അതെന്ന് പറഞ്ഞാൽ PR-നെ വെച്ച് കഴിഞ്ഞാൽ PR കുറേ പേരെ ഇതിന് കാശ് കൊടുത്ത് കുറേ പേര് ഇരുത്തും 24 മണിക്കൂറും ലൈവ് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് റെക്കോർഡ് ചെയ്തിട്ട് അനുവിൻ്റെ നല്ല ഭാഗങ്ങളും പോസിറ്റീവ് സൈഡും മാത്രം കട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിടും. പിന്നെ അനുവിൻ്റെ കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും വൈറലാക്കി തരും. പിന്നെ അനുവിൻ്റെ പേജിലിടാൻ വേണ്ടിയിട്ട് ആക്കി തരും. അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡിനകത്ത് ചിലപ്പോൾ 1 hour എപ്പിസോഡിനകത്ത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ 24 മണിക്കൂർ എപ്പിസോഡിനകത്ത് അനു ചെയ്ത നല്ല കാര്യം അതിനകത്ത് കാണും. അപ്പൊ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു PR-നെ പണിയെടുക്കുന്ന PR വേണം അനു വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പണിയെടുക്കുന്ന PR ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അതിന് മുന്നേ എനിക്ക് ഈ കോൾ വിളിക്കുമല്ലോ, ഈ സീസൺ ബിഗ് ബോസിൽ അനുമോൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു 25 പേര് എന്നെ വിളിച്ചു. അപ്പൊ ഈ വന്നവർ PR എന്നുള്ള കാര്യം പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പം അനു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോ ഇനി ആൾക്കാർക്ക് ഫാൻസുണ്ട്, ഫാൻസ് ചെയ്യാൻ വേണ്ടിട്ടൊന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇപ്പൊ റോബിൻ്റെതും ഞങ്ങളാ ചെയ്തത്, ഇയാളുടെ ഞങ്ങളാ ചെയ്തത്, അഖിൽ ചേട്ടൻ്റെ ഞങ്ങളാ ചെയ്തത് പറഞ്ഞ് കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റോബിന് PR ഉണ്ട്, അഖിൽ ചേട്ടനും PR ഉണ്ട്, എല്ലാവർക്കും PR ഉണ്ടായിരുന്നല്ലേ. ഈ റോബിൻ ഇപ്പൊ എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ. അഖിൽമാരൻ ഇപ്പൊ എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതും അവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ. അനുമോൾ അവൾ എന്താണെന്ന് നാട്ടുകാർ അറിയുന്നുണ്ട്. ജെനുവിനിറ്റി, ആ ജെനുവിനിറ്റിയാണ് അവൾ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, ലൈഫ് സെറ്റിലായി അടിപൊളിയായിട്ട് ഇനി ഒരു കല്യാണം കഴിച്ച് കുടുംബജീവിതമൊക്കെ നയിക്കാൻ പോകുന്നു. ഓൾ ദ ബെസ്റ്റ്, എനിക്ക് അതേ പറയാനുള്ളൂ. അല്ലാണ്ട് ഈ PR-ന്റെ ബലത്തിലാണ് അനുമോൾ ജയിച്ചതെന്ന് കുറയ്ക്കുന്നവർ ഒന്ന് ആലോചിക്കുക. അപ്പൊ ഈ ജനങ്ങൾ വോട്ട് ചെയ്തവന്മാരെല്ലാം മറ്റേ ആകാശത്ത് നിന്ന് ആവിയായിട്ട് വന്നതാ. ഇപ്പോഴും അത് പറയുന്നവരുണ്ട്, ഞാൻ അനുമോളുടെ PR ആണെന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, ആണോ സന്തോഷം ചേട്ടാ, അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് എന്നാ ഇരുന്ന് കാണാൻ പറ്റാനു മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ നേരിട്ട് പോലും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ഇതിനകത്തുള്ളതായിട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് അതിന് കാശ് കൊടുക്കണമെന്ന്. അപ്പൊ എത്ര കൊടുക്കണം? നല്ല എമൗണ്ട്. അനുവിന് എത്ര കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിനൊരു ഫെയിം ഉള്ളതുകൊണ്ട് കൊടുക്കണ്ട. അല്ലാതെ മുന്നേക്ക് ഉണ്ടായിരുന്നവർക്ക് ഇത്ര എമൗണ്ട് കൊടുത്തു, ഇത്ര എമൗണ്ട്, വലിയ ഹ്യൂജ് എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഈ എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ലഡ്ഡു വരാത്ത കുട്ടിയാണ്. അല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ചേട്ടാ? വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല അനു, കൊടുത്തേ പറ്റുള്ളൂ, കൊടുക്കണം. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെറുതെ അനുവിന് വേണ്ടി വന്നിരുന്ന് ചെയ്യുന്ന ആൾക്കാരല്ല, കാശ് കൊടുത്തല്ലേ ചെയ്യുള്ളൂ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അനു പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു PR-നെ ഞാൻ വിളിക്കുന്നത്. അതെ, ഞാൻ കണ്ടിട്ട് കൂടിയില്ല, അയാൾ ആരാന്ന് പോലും എനിക്ക് അറിയത്തിണ്ടായില്ല. വിളിക്കുന്ന അയാൾ നല്ലൊരു PR, നന്നായിട്ട് പണിയെടുക്കുന്ന PR എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പൊ പുള്ളി എനിക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു, കാരണം പുള്ളി വേറെ ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എന്നെ പോലെ തന്നെ അതിനകത്തുള്ള എല്ലാവരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ഇദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അവനാണെങ്കിൽ കുറുക്കന ഇവളെ വെച്ച മുതലാക്കി. ഞാനാണ് അനുമോളുടെ PR എന്ന് പറഞ്ഞാൽ അവനായിട്ടൊരു ഫെയിം ഉണ്ടാക്കിയെടുത്ത്. കാരണം അടുത്ത് വരുന്ന സീസണുകളിലും അവന് PR കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവന് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി അനുമോൾ ജയിക്കുമെന്ന്. ഓക്കെ,
ആ ഒരു ഇത് ഡൗട്ട്. പിന്നെ അനീഷിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അനുമോളോ അനീഷോ. അത് ലാസ്റ്റ് എത്തിയപ്പോൾ ലാസ്റ്റ് ആ മറ്റേ ബിൻസിയൊക്കെ പോയിട്ട് അവിടെ അലമ്പുണ്ടാക്കിയപ്പോൾ കൺഫേം ആയി അനുമോള് കപ്പ് തൂക്കിയെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുതലെടുപ്പ് നടത്തി സ്വന്തമായിട്ട് അവനാണ് PR, അവൻ കാരണമാണ് അനുമോള് ജയിച്ചതെന്നുള്ള സാധനം അവൻ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങി ജനങ്ങളിലേക്ക്. പക്ഷെ ജനങ്ങൾ വിട്ടികളല്ലാത്തതുകൊണ്ട് അവനെ കാലേ വരി തറയിലെത്തി. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അനീഷ് ഫാൻസും ആർമിയൊക്കെയാണ് അനുമോള PR-ന്റെ ബലത്തിൽ ജയിക്കാൻ പോകണം എന്നൊക്കെ ഉള്ള സാധനം അടിച്ചിറക്കാൻ ശ്രമിച്ചത്. അത് വേറെ തൊട്ടിത്തനമായിരുന്നു, നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പുള്ളി ഹോൾഡ് ചെയ്തോണ്ട് അപ്പൊ എനിക്ക് ടൈമില്ല, ഇനി തുടങ്ങാൻ 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ആയപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ കൈവിടരുത് എന്ന് ഞാൻ ഇങ്ങനെ താഴ്മയോട് ഞാൻ അപേക്ഷിച്ചു. എനിക്കത് പറയാൻ എനിക്കൊരു നാണമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് PR വേണം, കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ സ്റ്റാർ മ്യൂസിക്കിന്റെ ഫാൻസാരാ, പഠിക്കുന്ന പിള്ളേരാണ്, സ്കൂൾ കുട്ടികൾ, കോളേജ് പിള്ളേര്, അവർക്കൊക്കെ ജോലിയുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി 24 മണിക്കൂറും ഇരുന്ന് കാണുന്നവർ വളരെ കുറവായിരിക്കും. ചേട്ടാ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ചേട്ടാ, എനിക്ക് പേടിയെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ അത് സംസാരിച്ചപ്പോ തന്നെ എന്റെ കുറെ സംസാരിച്ചപ്പോ തന്നെ പുള്ളിക്ക് ഒരു എളിമ തോന്നിയിട്ട് കഷ്ടം തോന്നിയിട്ട് പുള്ളിയെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അനുവിന് PR-ന്റെ ആവശ്യമില്ല, അനുവിന് ഓൾറെഡി ഫെയിം ഉണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഫെയിം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നോക്കട്ടെ എനിക്ക് കുറേ വന്നിട്ടുണ്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശരി നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ തന്നെ എടുത്തത്. ഭീമമായ തുക കൊടുക്കേണ്ടി വന്നോ? ഇല്ല, അങ്ങനെ പുള്ളി ഒരു എമൗണ്ട് പുള്ളി മുന്നത്തെ ചെയ്ത് വെച്ചതനുസരിച്ച് ഒരു വലിയ എമൗണ്ട് വന്നപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. ചേട്ടാ ഞാൻ പറഞ്ഞു ഈ ഒരു എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീടിന്റെ ലോണും കാര്യങ്ങളൊക്കെ ഞാൻ അടയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതെ ശരിയാണ്, നമ്മൾ സാധാരണ കാശിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലൊക്കെ പോകുന്നത്. അവിടെ പോയി ടൈറ്റിൽ വിന്നറായ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കാശുണ്ടെങ്കിൽ മീൻസ് കാശിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 10-16 ലക്ഷം രൂപ എടുത്ത് ഇവന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിന് ബിഗ് ബോസിൽ പോകുന്നത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് അത്ര എമൗണ്ട് കൊടുത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പോകേണ്ട കാര്യമില്ല. പിന്നെ അന്ന് അനുമോൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു PR ഇല്ല എന്ന്. കാരണം അത് പേടിച്ചിട്ടാണ്, കാരണം ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വേറൊരു ഇൻറ്റൻഷനിൽ എടുക്കും. അപ്പോൾ അതിൻ്റെ ബലത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ ന്യൂസ് അടിച്ചിറക്കാൻ ആ സമയത്ത് പറ്റും. അതുകൊണ്ടാണ് അവൾ ചവിട്ടി ഇത്രയും ഇതായപ്പോൾ അവൾ സത്യം പറഞ്ഞു. ഓക്കെ എനിക്ക് PR ഉണ്ടായിരുന്നു, പിന്നെ ഈ പറയുന്ന ഇത്ര എമൗണ്ട് കൊടുത്തിട്ടില്ല, ആ ഒരു സാധനം അവൾ നൈസായിട്ട് പറയുന്നത്. അവൾക്ക് പേടിയില്ല, അവൾ മനുഷ്യനല്ലേ. ഓക്കെ അപ്പം ഞാൻ എൻ്റെ കുറച്ച് ബാധ്യതകൾ പുള്ളിയെടുത്ത് സംസാരിച്ചു. അതിന് പുള്ളി പൈസ ഇങ്ങോട്ട് തരാൻ അങ്ങനെ പോടുന്നത്. അപ്പം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈ അനു ആണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ ഈ അനുവായിട്ട് നിന്ന് ഞാൻ ഒരു 30% അനുവിന് ഞാൻ സപ്പോർട്ട് ചെയ്യാം, ബാക്കിയെല്ലാം അനുവിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളിനെ വിടുന്നത്. ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പുള്ളി അങ്ങോട്ട് വിട്ടിട്ട് ബാക്കി അനുവിൻ്റെ കയ്യിലാണ്, അനുവായിട്ട് എന്നെ പോയി നിൽക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. പുള്ളി ഫുൾ സപ്പോർട്ടും തന്നിട്ടാണ് എന്നെ വിടുന്നത്, വേറെ ഒന്നും പഠിപ്പിക്കാനൊന്നും നിന്നില്ല. എനിക്ക് പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴൊന്നും PR-നെ പറ്റി ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് PR ഉണ്ടോ? എനിക്ക് PR ഉണ്ട്, ഞാൻ ഇയാളുടെ പേരും പറയുന്നുണ്ട്. പക്ഷെ ഈ PR എന്ന് പറഞ്ഞ സംഭവം ഇത്ര വലിയ സംഭവമാണെന്നുള്ള കാര്യമൊക്കെ പിന്നെ ഞാൻ അറിയുന്നത്. പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ PR പറഞ്ഞു വിടാൻ പറയണമായിരുന്നു. PR-ന്റെ കാര്യം പറയാൻ പാടില്ല എന്നുള്ളതെന്ന് ഞാൻ പറയില്ലായിരുന്നു. ഇവർക്കൊക്കെ കൊള്ളുന്നതാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, കാരണം എൻ്റെ PR-നെ അവർക്ക് കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. സാരമില്ല, കപ്പ് കിട്ടിയില്ലേ? എന്തായാലും കപ്പ് വീട്ടിലിരിക്കുകയാണ്. പുതിയ സീസണിൽ ആർക്ക് കപ്പ് കിട്ടുന്നുള്ളത് നമുക്ക് നോക്കാം. പുതിയ സീസൺ എങ്ങോട്ട് ഏത് ലെവലിൽ പോകുന്നുണ്ടെന്ന് പിന്നെ നമുക്ക് കാണാം. എന്തായാലും കപ്പ് അനുമോള് തൂക്കി. പിന്നെ ഏക നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള PR വിനുവായിരുന്നു. സത്യമുള്ള കാര്യം പറയാം, PR ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് ആവത്തില്ലായിരുന്നു. ആ ഒരു പേരിൽ അവന്റെ ബലത്തിലാണ് ജയിച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അടിച്ചിറക്കി. അപ്പോൾ വോട്ട് ചെയ്ത നമ്മളെല്ലാം പൊട്ടന്മാരാ. എനിക്കതേ ചോദിക്കാറുള്ളൂ. അങ്ങനെ ഓക്കെ, ബാക്കി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്താ പറയാനുള്ളത്? പുതിയതായിട്ട് വരാൻ പോകുന്ന സീസൺ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നവര് അവരോടൊക്കെ ഒരു കൊടുക്കാനുള്ള ഒരു വാർണിംഗ്. ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. പിന്നെ എന്താ പറയുക, നന്നായിട്ട് അവിടെ നിൽക്കുക. 100 ദിവസം തന്നെ നിന്നിട്ടേ പോകൂ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളെ നിർത്തത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ പെർഫോമൻസ് ചെയ്യുക. അത് ഇനിയിപ്പോൾ വെറുതെ പോയി അവിടെ ചെന്ന് വഴക്കുണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയാനുമല്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. കാരണം അവിടെ 150 ക്യാമറ അല്ലെങ്കിൽ 200 ക്യാമറ ഉണ്ടെങ്കിലും 100 ക്യാമറ ഉണ്ടെങ്കിലും അവിടെ ഉറക്കൊഴിഞ്ഞ് ഇരിക്കുന്ന കുറേ ക്യാമറ ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവർ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് അവിടെ കൊടുക്കണം അവർക്ക്. എന്ന് വെച്ച് വെറുതെ ഒരു കണ്ടന്റ് ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല പറയുന്നത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം.
ഒരു പുതിയ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുക, അങ്ങനെ ജീവിച്ചു പോവുക. ഒരു മൂലയിൽ പോയി മിണ്ടാതിരിക്കാനോ ഒന്നും പാടില്ല. നമുക്ക് നാവുണ്ട്, നമുക്ക് എന്തും സംസാരിക്കാം. ചീത്തൊന്നും വിളിക്കരുത്, അത്രേ ഉള്ളൂ. എന്തും സംസാരിക്കാം, സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, ഫുൾ ടൈം സംസാരിച്ചോണ്ടിരിക്കുക. ബോയ്ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ഇല്ല മഞ്ജുവാ പോണത്. മഞ്ജീഷിന്റെ പേര് ഇല്ല മഞ്ജു. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ 1 സെക്കൻഡ്. ഹലോ ഹലോ. അയ്യോ മഞ്ജു വാര്യർ. ഹലോ മഞ്ജു, ഞാൻ തിരിച്ചു വിളിക്കാമേ. ഒരു പ്രോഗ്രാമിൽ ഇരിക്കുക. അടുത്ത ബോയ്ഫ്രണ്ട് അത് വേറെ ടീമാ. ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ ഇങ്ങോട്ട് വന്നോളൂ. കാസ്റ്റിന്റെ ഇടയിലും മീറ്റിംഗ്. അതെ ലെഫ്റ്റ് സൈഡ് സ്റ്റെപ്പിൽ കൂടെ കയറി വന്നോളൂ. അനു, എങ്ങനെയുണ്ട് എന്റെ സെറ്റിൽ വന്നിട്ട്? എങ്ങനെയുണ്ട് പ്രോഗ്രാമിന്റെ പേരൊക്കെ? സെറ്റപ്പ് വിത്ത് ലക്ഷ്മി നക്ഷത്രം. സെറ്റപ്പ് അല്ല, സിറ്റപ്പ്. ഓക്കെ സോറി. സെറ്റപ്പ് അത് കലക്കി. ഓക്കെ, അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചതേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്, ഓൾ ദ ബെസ്റ്റ്. ഇനി നെഗറ്റീവിലൊന്നും പോയി വിടാതിരിക്കട്ടെ. എന്തായാലും അടുത്ത് വരുന്ന ബിഗ് ബോസ് സീസൺ 8 വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. ഇപ്പോൾ ഒരു അഗ്നി പരീക്ഷ നടക്കുന്നുണ്ട്. വയ്യ, ഞാൻ കാണുന്ന പോലുമില്ല. വേണ്ട, ഇടയ്ക്ക് വല്ല നോക്കിയൊക്കെ എത്തി. വയ്യ അല്ലാണ്ട്. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കൊണ്ട് പുതിയൊരു വീഡിയോ കാണാം.